കാറ്റ് വന്നാൽ പറന്നു പോകുമല്ലോ, പിടിച്ചു നിൽക്കണം, പിന്നെ അതെന്താ വടിയിൽ തുണി ചുറ്റിയേക്കണേണോ, അങ്ങനെയൊക്കെ കുറേ അധികം ബോഡി ഷേമിങ് ഏറ്റിട്ടുണ്ട് അല്ല. പക്ഷേ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് എൻ്റെ ആ ഒരു ഡിസിഷനായിരുന്നു. ഞാൻ ഒരു ജിം ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ എടുത്ത ഡിസിഷൻ. അതായത് പല്ലി കമ്പി ഇട്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, പല്ലിൽ കമ്പി മുറുക്കുന്ന ഒരു ദിവസമുണ്ട്. ആ മുറുക്കണ ഒരു ദിവസം രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ, എനിക്കത് ഇപ്പോഴും ആലോചിക്കുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും ഗൈസ്. നമ്മൾ ഒരാളുടെ അടുത്തൊരു കോമഡി പറയുമ്പം ആ കോമഡി കേട്ടിട്ട് അയാൾക്ക് ചിരി വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞത് ഒരിക്കലും ഒരു കോമഡി അല്ല എന്നാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ട്രാൻസിഷൻ സ്റ്റോറി പറയാനായിട്ടാണ്. അതായത് ഫ്രം ദിസ് ടു ദിസ്. ഞാൻ ഭയങ്കര വലിയ അടിപൊളിയായി അങ്ങനെയൊന്നുമല്ല, എൻ്റെ കുറേയധികം ഇൻസെക്യൂരിറ്റീസ് ഞാൻ എങ്ങനെയാണ് കുറച്ച് ഈ കാണുന്ന ഒരു ലുക്കിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോണത്. അപ്പോൾ ആരെങ്കിലും എന്നെ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാണ്ട് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ തന്നെ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ മാസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം എൻ്റെ ഉമ്മാൻ്റെ മൂത്ത ആങ്ങളെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ ഈ ഓൾഡ് പിക്ക് ഇപ്പോഴും ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു പിക്കും ഇപ്പം ഞാൻ ഇങ്ങനെ ആയി എന്നുള്ള ആ ഒരു വീഡിയോ ചെയ്യാമെന്ന്. എനിക്ക് ആ ഒരു തോട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ഇച്ചിരി ലെങ്തി വീഡിയോ ആയിരിക്കും. വീഡിയോയുടെ അവസാനം വരെ കാണുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് സംഭവം എന്നുള്ളത് പറയാം കേട്ടോ. ഞാൻ കുഞ്ഞുനാളിൽ മുതലേ സ്കൂളിൽ പോകാൻ തുടങ്ങിയ കാലം മുതലേ ഞാൻ ഒരുപാട് ബോഡി ഷേമിങ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ്. എൻ്റെ സ്കിൻ കളറിനെ പറ്റിയിട്ട്, പിന്നെ എൻ്റെ പല്ല് മുന്നിരിക്കണതിനെ പറ്റിയിട്ട്, പിന്നെ ഞാൻ മെലിഞ്ഞിരിക്കണതിനെ പറ്റിയിട്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പല്ലുകൾ തന്നെയായിരുന്നു. എൻ്റെ പല്ല് എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണുമ്പോൾ മനസ്സിലാവും, എനിക്ക് 2 ചുണ്ടുകൾ തമ്മിൽ അടക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ കിടന്നുറങ്ങുന്നത് വാ തുറന്നിട്ടാണ്, അതുകൊണ്ടായിരിക്കണം മെയിനായിട്ട് പല്ല് പൊന്താനുള്ള കാരണം. പക്ഷെ അത് ഭയങ്കര വൃത്തികേടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കുമായിരുന്നു. എനിക്ക് അങ്ങനെ സ്കൂളിൽ പോകാൻ തന്നെ ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് പുതിയ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഒരു കൈ വെച്ച് ഞാൻ ഇങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ബിക്കോസ് എനിക്കത് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. എനിക്ക് ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലെ കൊറോണ വന്ന സമയത്ത് മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർക്കല്ല, മെജോറിറ്റി എല്ലാവർക്കും മാസ്ക് നിർബന്ധമാക്കിയത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് മര്യാദക്ക് എന്താ പറയുക, ആൾക്കാരോട് വർത്താനം പറയാൻ പറ്റില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശരിയാ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മാസ്ക് നിർബന്ധമാക്കിയത് എനിക്ക് ഭയങ്കര ഞാൻ സത്യം പറഞ്ഞ ഒരാളുടെ മുഖത്ത് നോക്കി ആത്മാർത്ഥമായിട്ട് ഞാൻ മനസ്സ് തുറന്ന് ചിരിക്കണത് മാസ്ക് വന്നതിന് ശേഷമാണ്. അതുവരെ ഞാൻ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഒന്നെങ്കിൽ ഈ കൈ അല്ലെങ്കിൽ ഈ കൈ ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കണം. നമ്മുടെ പല്ലിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കും, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ അന്നാണ് ആദ്യമായിട്ട് മാസ്ക് നിർബന്ധമാക്കിയതിന് ശേഷം എനിക്ക് സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നുവെച്ചാൽ ആൾക്കാർ നമ്മുടെ ഇത്ര ഭാഗമല്ലേ കാണുള്ളൂ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ PGക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ്, ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരാൾക്ക് പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവൾ ക്ലിനിക്ക് വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങളും കൂടെ പോകും. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് ക്ലിനിക്ക് ഉള്ളത്. ഞങ്ങളുടെ ക്ലാസ്സിൽ എന്തായാലും ഒരു 8-9 പേരൊക്കെ ഉള്ളൂ, PG അല്ല. അപ്പോൾ ക്ലാസ്സിൽ സ്റ്റുഡൻസ് കുറവായിരിക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പല്ലിന് പ്രോബ്ലം ഉണ്ട്, മിക്കവർക്കും പല്ലിന് പ്രോബ്ലം ഉള്ളവരാണ് മിക്കവരും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്കും പോയി അവിടെ കമ്പി ഇടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ക്ലിനിക്കിൽ ചെന്ന് സംസാരിച്ച് അങ്ങനെ പല്ലിൽ കമ്പിയിടാൻ തീരുമാനിച്ചു. പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് നമ്മുടെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യണമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയുമ്പോൾ എനിക്ക് പല്ലി കമ്പിയിടുന്ന വാപ്പ പല്ലി കമ്പിയിടുന്ന പറയുമ്പോൾ ഉമ്മ വാപ്പക്ക് കാക്കക്ക് പെൺകുഞ്ഞ് എന്ന് പറഞ്ഞ പോലെ മോടെ പല്ലിന് അത്ര വൃത്തികേടൊന്നും ഇല്ല. പക്ഷെ വൃത്തികേടുണ്ട് ഗൈസ്, നമ്മളാണല്ലോ അത് കേൾക്കുന്നത്. പിന്നെ അവരെ കൺവിൻസ് ചെയ്ത് ഒരു കണക്കിന് എല്ലാം സെറ്റാക്കി. എന്ന് വെച്ചാൽ കാശ് അവർ ഇറക്കണമല്ലോ, നമുക്ക് പണിയൊന്നും ഇല്ലല്ലോ ആ സമയത്ത്, പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ അവരെ കൺവിൻസ് ചെയ്തിട്ട് പോയിട്ട് പല്ലിൽ കമ്പിയിട്ടു. പല്ലിൽ കമ്പിയിട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ കാശ് കുറവേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 14,000 ഒക്കെ സംതിങ്. നമ്മൾ ഒറ്റയടിക്കൊന്നും കൊടുക്കണ്ട, നമ്മൾ ഒരു മാസം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് കൊടുത്താൽ മതി അങ്ങനെ. പക്ഷെ എനിക്ക് 14,000-ലൊന്നും നിന്നില്ല. എൻ്റെ 2 പല്ല് വലിച്ച് മുകളിലോട്ട് കയറ്റണമായിരുന്നു. അതിന് ഇവിടെയൊക്കെ സ്ക്രൂ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്ക്രൂ ഇട്ടിട്ട് പല്ല് മുകളിലേക്ക് വലിച്ച് കയറ്റി. അങ്ങനത്തെ കുറച്ച് ടാസ്ക് ആയിരുന്നു എൻ്റെ പല്ലിൻ്റെ അവസ്ഥ.
അതൊക്കെ ചെയ്ത് പല്ലി കമ്പി ഇട്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. പല്ലിൽ കമ്പി മുറുക്കുന്ന ഒരു ദിവസമുണ്ട്. ആ മുറുക്കണ ഒരു ദിവസം രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ, എനിക്കത് ഇപ്പോഴും ആലോചിക്കുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും ഗൈസ്. പക്ഷെ ഞാൻ അതൊക്കെ സഹിച്ചത്. അതിനേക്കാളും പെയിനാണ് നമുക്ക് ബോഡി ഷേമിങ് കേൾക്കുമ്പോൾ ഇല്ലേ. ഞാനതൊക്കെ ഇതാക്കിയിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് പല്ലൊന്ന് ശരിയാക്കിയ പകുതി ഞാൻ ഓക്കെ ആയി എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ള കാരണം കൊണ്ട് ഞാനതൊക്കെ സഹിച്ച് ഒരു 3 വർഷത്തോളം എടുത്തു എൻ്റെ പല്ല് ശരിയാവാനായിട്ട്. പിന്നെ അതോടൊപ്പം തന്നെ പല്ലിൽ കമ്പിയിട്ടതോടൊപ്പം തന്നെ എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ മെലിഞ്ഞിട്ടാണ് ഇരുന്നിരുന്നത്. അതിൻ്റെ പേരിൽ കുറേയധികം ബോഡി ഷേമിങ്, എന്താണ് കാറ്റ് വന്നോ പറന്നു പോവുമല്ലോ, പിടിച്ചു നിൽക്കണം, പിന്നെ അതെന്താ വടിയിൽ തുണി ചുറ്റിയേക്കണേണോ, അങ്ങനെയൊക്കെ കുറേയധികം ബോഡി ഷേമിങ് ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് ചെയ്തൊരു റെമഡി എന്ന് പറഞ്ഞാൽ, ഈ പല്ലിയിൽ കമ്പിയിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു എൻ്റെ പിന്നെ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ അരിച്ച് പിറക്കി എന്തെങ്കിലും വെയിറ്റ് ഗെയിനിങ് കുറേയൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ എനിക്കൊന്നും വർക്കായില്ല ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല. നമുക്ക് എന്നുവെച്ചാൽ നമ്മളെ പുതിയതായിട്ട് ഒരാൾ കാണുമ്പോഴും അവരിങ്ങനെ പറഞ്ഞു എന്താണ് കൊച്ചെ വീട്ടിലൊന്നും തിന്നാൻ തന്നെയില്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്തൊന്ന് വണ്ണം വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാനൊരു ജിം ജോയിൻ ചെയ്തു. ജിം ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും. ആ ട്രെയിനർ എനിക്കൊരു പ്രോപ്പർ ഡയറ്റ് പ്ലാൻ പറഞ്ഞു തന്നു. ആ പ്ലാൻ അനുസരിച്ചിട്ട് ഒരുപാട് ഫുഡുകൾ കഴിക്കാനുണ്ടായിരുന്നു. അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ്, ഞാൻ എഗ് വൈറ്റ് ഒരു 3 എഗ് വൈറ്റൊക്കെ ഡെയിലി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുൾ ഫാറ്റ് മിൽക്ക്, അതിനകത്ത് സ്മൂത്തി ആയിട്ട് പാലങ്ങനെ കുടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ സ്മൂത്തി ആയിട്ട് അതിനകത്തൊരു റെസിപ്പി എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരുപാട് വർക്കായിട്ടുള്ള ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ആ ഫുൾ ഫാറ്റ് മിൽക്കിനകത്ത് ഓട്സ്, പീനട്ട് ബട്ടർ, പിന്നെ ബനാന, പിന്നെന്തെന്നാ ഇട്ടത്, ഡേറ്റ്സ്, പിന്നെ അതിൻ്റെയോടൊപ്പം തന്നെ അവരൊരു പ്രോട്ടീൻ പൗഡർ തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഗെയിനറോ മാസ് ഗെയിനറോ സംതിങ്. അതൊരു സ്കൂപ്പും കൂടി ഇട്ടിട്ട് ഒരു സ്മൂത്തി ആക്കിയിട്ട് ഞാൻ ജിം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അങ്ങനെ സ്മൂത്തി ഉണ്ടാക്കി കുടിക്കുക. അതിന് നല്ലൊരു സ്മൂത്തി ആയിരുന്നു കേട്ടോ. എന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഫുഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ചിക്കൻ്റെ ബ്രസ്റ്റ്, അതേപോലെ തന്നെ പിന്നെ എന്തെന്നാ കഴിച്ചത്, മറ്റേ സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങി കഴിച്ചു. പിന്നെ നമ്മുടെ ചെറുപയർ മുളപ്പിച്ചിട്ട് അത് കഴിച്ചു. പിന്നെ അങ്ങനെ കുറേയധികം ഡയറ്റ് അവർ പറഞ്ഞ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്തു ഗൈസ്. അത് ഞാൻ ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ വെയിറ്റ് കൂടുന്നത് ഉറപ്പായിട്ടും ഞാനത് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേനെ. പക്ഷെ അന്നൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. കാരണം കൊണ്ട് എനിക്ക് അതൊന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷേ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് എൻ്റെ ആ ഒരു ഡിസിഷനായിരുന്നു. ഞാൻ ഒരു ജിം ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ എടുത്ത ഡിസിഷൻ. അതായത് നമ്മളിപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയും ഈ കൊച്ചിന് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കൊച്ചിനെ കാണാനില്ലാതാവുമല്ലോ, അത്രയ്ക്ക് മഞ്ഞു പോവുമല്ലോ. അപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് ജിമ്മിൽ പോകാന്നുള്ളത് വെയിറ്റ് ഗെയിൻ ചെയ്യാനല്ല, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് മാത്രമാണ് ജിമ്മിൽ പോകുന്നത് എന്നാണ് ആൾക്കാർ വിചാരിച്ചത്. പക്ഷെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനും ജിമ്മിൽ പോവാം. അതെനിക്ക് അന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തു, അത്യാവശ്യം ടോണായി. അപ്പം എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ മുട്ട, പാല് ഈ സാധനങ്ങൾക്ക് ഒരുപാട് കഴിച്ചതുകൊണ്ട് എൻ്റെ സ്കിന്നിൽ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് വരാൻ തുടങ്ങി. അതായത് പിമ്പിൾ മാർക്സ്, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് വരാൻ തുടങ്ങി. അപ്പം ഞാൻ അതിനെ ട്രീറ്റ് ചെയ്യണമല്ലോ. ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള വീട്ടിലെ ഹോം റെമഡീസൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കുമായിരുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെലിഞ്ഞിരിക്കുന്ന ഒരാൾ ഇച്ചിരി ഒന്ന് വണ്ണം വെച്ച് കഴിയുമ്പം നമ്മുടെ സ്കിന്നിൽ കുറച്ചൊന്ന് ബ്രൈറ്റ് ആവും, കുറച്ചൊരു ഗ്ലോ വരും, കുറച്ച് ഒരു ടോൺ നമ്മൾ ലൈറ്റർ ആവും, അത് ഉറപ്പാണ്. പിന്നെ ഞാൻ ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ സ്കിന്നിന് വേണ്ടി ഞാൻ ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നത് വരെ എന്താണ് സൺസ്ക്രീൻ, എന്താണ് മോയ്സ്ചറൈസർ, എന്താണ് സ്കിൻ കെയർ റൂട്ടീൻ, ടോണർ എന്താണ്, ഇതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. മോയ്സ്ചറൈസറൊക്കെ ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് തേക്കുന്നത് വെളുക്കാനായിട്ടാണ് മോയ്സ്ചറൈസർ നമ്മൾ ഇടുന്നതൊക്കെയാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. പിന്നെ ഞാൻ അതിനെപ്പറ്റി പഠിച്ച് പിമ്പിൾസ് പോകാൻ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തത്. അപ്പോഴാണ് ഞാൻ സ്കിൻ കെയർ റുട്ടീനെ പറ്റി മനസ്സിലാക്കിയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് എന്തായാലും ബെറ്റർ ആവും.
നിങ്ങൾ ഒരുപാട് വെളുത്തിട്ട് പാറുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ പ്രോബ്ലംസ്, നിങ്ങൾക്ക് എന്താണോ ഫേസിലുള്ള നിങ്ങളുടെ കൺസേൺ, ഇപ്പോൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണോ, പോഴ്സ് ആണോ, അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ആണോ, ഡാർക്ക് സർക്കിൾസ് ആണോ, അതിന് പറ്റിയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. പിന്നെ പ്രോഡക്ട്സ് സെലക്ട് ചെയ്ത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല, അത് കറക്റ്റായിട്ട് നമ്മൾ അപ്ലൈയും ചെയ്യണം. അതിലുമുണ്ട് കാര്യം. നമ്മളത് അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടാൻ പോണില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ നല്ലൊരു ഫേസ് വാഷ് സെലക്ട് ചെയ്യുക. നല്ലൊരു ഫേസ് വാഷ് സെലക്ട് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഇത് ചെയ്യണം കേട്ടോ. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നല്ലൊരു ടോണർ അപ്ലൈ ചെയ്യാം. ടോണർ എന്തിനാ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ, ഫേസ് വാഷ് ചെയ്താലും നിങ്ങളുടെ ഫേസിൽ നിന്ന് ചിലപ്പം എല്ലാ ഡേർട്ട്സും ഒന്നും പോയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ഓപ്പൺ പോഴ്സിലൊക്കെ കയറിയിട്ട് ഡേർട്ട്സ് പിന്നെയും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യണത് ഒരു സിറം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് സ്കിന്നൊന്ന് ഗ്ലോ ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് കുറച്ചൊന്ന് കളറ് വെക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിറംസ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏത് വേണം ബെസ്റ്റ് എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ സ്കിൻ കൺസേൺ നോക്കിയിട്ട് സിറംസ് സെലക്ട് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഇതാണ് നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞത്. നൈറ്റ് സ്കിൻ കെയറും ഈ സെയിം തന്നെ, ഒരു വ്യത്യാസമില്ല. പക്ഷെ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നില്ല നൈറ്റിൽ ഉറങ്ങാൻ പോണതിന് മുന്നേ. പിന്നെ നിങ്ങൾ ലിപ് ബാമും യൂസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമുക്കിപ്പോൾ എന്ത് വിഷമമായിക്കോട്ടെ. ഞാനൊക്കെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമം, എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാൽ വിഷമിച്ച് ഞാൻ ചങ്ക് കൂട്ടിയിരിക്കുകയായിരിക്കും. പക്ഷെ എന്നാലും സ്കിൻ കെയർ മുഖ്യം ബിഗില്ലേ എന്ന് പറയണ പോലെ സ്കിൻ കെയർ ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ പോയി വിഷമിച്ചിരിക്കും. പക്ഷെ എന്നാലും സ്കിൻ കെയർ ഞാൻ സ്കിപ്പ് ചെയ്യാറില്ലായിരുന്നു. അങ്ങനെയാണ് ഞാനായത്. കുറേയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് പേര് നമ്മളെ എന്താ പറയുക വിഷമിപ്പിക്കാനുണ്ടാവും, തളർത്താനുണ്ടാവും. അതൊന്നും കേട്ട് നമ്മൾ തളരേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്ന എപ്പോഴാണെന്ന് പറയും, ഇപ്പം നമ്മുടെ റിലേറ്റീവ്സ് തന്നെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വന്ന് ഒരു 4-5 ആൾക്കാർ കൂടുമ്പോൾ അവർ നമ്മളിങ്ങനെ കളിയാക്കും. ആക്ച്വലി അവർ തമാശയായിട്ടായിരിക്കാം പറയുന്നത്, അറിയില്ല. നമ്മുടെ ആ പല്ലൊന്ന് തരുമോ, വീട്ടിൽ കട്ടള വെക്കാനാ, ജനൽ വെക്കാനാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ ചിരിക്കുമ്പോൾ ഒരിക്കലും നമുക്കത് കേട്ടിട്ടൊരു ചിരി വരില്ല. നമ്മൾ ഒരാളുടെ അടുത്തൊരു കോമഡി പറയുമ്പം ആ കോമഡി കേട്ടിട്ട് അയാൾക്ക് ചിരി വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞത് ഒരിക്കലും ഒരു കോമഡി അല്ല എന്നാണ്. എന്താ പറയുക, എല്ലാ തമാശയും തമാശയല്ല. നമുക്കത് ഭയങ്കരമായിട്ട്, എനിക്കത് അന്ന് ഭയങ്കരമായിട്ട് അത് ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണുന്നത് വരേക്കും മറ്റുള്ളവർക്ക് എല്ലാവർക്കും അതൊരു തമാശയായിരിക്കും. പക്ഷെ ആ റിസൾട്ടിലൂടെ ആയിരിക്കണം നമ്മൾ മറ്റുള്ളവർക്കൊരു മറുപടി കൊടുക്കണം. ഒരു സ്വീറ്റ് റിവെഞ്ച് എന്നൊക്കെ പറയില്ലേ, അതേപോലെ നമ്മൾ ബോഡി ഷേമിങ് കേട്ടിട്ട് ഇനി നിന്റെ ജീവിതം തകർന്നു അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത്. ഇപ്പം എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. അപ്പം നിങ്ങൾ ബോഡി ഷേമിങ് ഏറ്റിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വണ്ണം കൂടിയാ അയ്യോ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, വണ്ണം കുറഞ്ഞ ഇങ്ങനെ, വെളുത്താ കുറ്റം കറുത്താ കുറ്റം, എല്ലാം കുറ്റമാണ്. പറയാനുള്ളവർക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പക്ഷെ നമ്മളതൊന്നും കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെ വിശ്വസിക്കുക. ട്രസ്റ്റ് ദ പ്രോസസ്. ഇന്ന് വണ്ണം വെക്കാൻ വിചാരിച്ച് നാളെ വണ്ണം വെക്കും എന്നല്ല ഞാൻ പറയുന്നത്. അതിന് ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ടും ഉണ്ടാവും. പിന്നെന്താ, വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക, നല്ല കാര്യങ്ങൾ ആലോചിക്കുക. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരാൾക്കെങ്കിലും ഞാൻ പറയണത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.